ഒഴിവു ദിവസങ്ങളിലെല്ലാം യൂട്യൂബ് വീഡിയോകളൊക്കെ നോക്കി പലവിധ പാചകങ്ങളും പരീക്ഷിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അത്തരത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ചേർത്തല സ്വദേശിനിയായ വീട്ടമ്മ വീട്ടിൽ വെച്ച് ഒരു രുചികരമായ തോരൻ ഉണ്ടാക്കി പരീക്ഷിക്കുന്നത്. എന്നാൽ തോരൻ കഴിച്ചതിന് തൊട്ടു പിന്നാലെ ചേർത്തല 17-ാം വാർഡ് ദേവി നിവാസിൽ ഇന്ദു എന്ന വീട്ടമ്മ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാർ ഇന്ദുവിനെ ആദ്യം ചേർത്തലയിലെയും പിന്നീട് കൊച്ചിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്നാണ് കുടുംബം രാത്രി ഒരു തോരൻ ഉണ്ടാക്കി കഴിച്ചിരുന്നു എന്ന കാര്യം ആശുപത്രി അധികൃതരോടും പോലീസിനോടും പറയുന്നത്. തുമ്പച്ചെടിയുടെ ഇല കൊണ്ടാണ് ഇവർ തോരനുണ്ടാക്കി കഴിച്ചിരുന്നത്. ഇത് വെച്ച് കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് മരണത്തിന് കാരണമായതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ ഇത് വെച്ച് കഴിച്ച വീട്ടിലുള്ള മറ്റാർക്കും യാതൊരുവിധ അസ്വസ്ഥതകളും ഉണ്ടായതുമില്ല. തുമ്പച്ചെടി ഒരു ഔഷധ സസ്യമാണെങ്കിൽ പോലും സാധാരണയായി ഇത് തോരൻ വെച്ച് കഴിക്കുന്നതായി അധികം കണ്ടിട്ടില്ല. എന്നാൽ തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ പാകം ചെയ്യുന്ന പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് താനും. മാസങ്ങൾക്ക് മുൻപാണ് അരളിച്ചെടിയുടെ ഇല കഴിച്ച് ഒരു പെൺകുട്ടി മരണമടയുന്നത്. അതിനാൽ തന്നെ ആ വാർത്തയോടെ ചേർത്ത് വെച്ചാണ് എല്ലാവരും ഈ വാർത്തയെയും കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇതാ ഇന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇന്ദുവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് എന്നാണ്. എന്നാൽ തുമ്പച്ചെടി തോരൻ കഴിച്ചത് മരണത്തിലേക്ക് നയിച്ചോ എന്ന കാര്യം ഈ ഘട്ടത്തിൽ വ്യക്തമല്ല താനും. രാസപരിശോധനാ ഫലം കൂടി വന്നാലേ ഇക്കാര്യം വ്യക്തമാകൂ എന്നാണ് പോലീസും പറയുന്നത്. ഇതിനായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കൂടാതെ ഇന്ദു പ്രമേഹത്തിനും ഗോയിറ്റർ രോഗത്തിനും ചികിത്സ തേടിയിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. പ്രമേഹം, വൃക്കരോഗം, കിഡ്നി തകരാർ തുടങ്ങിയവ ഉള്ളവർ തുമ്പ കഴിക്കുന്നത് ദോഷകരമാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാരും പറയുന്നുണ്ട്. എന്തായാലും രാസപരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്ദുവിന്റെ ബന്ധുക്കൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.